ഈ പുലിപ്പല്ല് കേസിൽ വേടനെതിരെ കൂടുതൽ തെളിവ് ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വനം വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ഈ വേടന് കഴിഞ്ഞ ദിവസമാണ് ജാമ്യം ലഭിച്ചത്. അദ്ദേഹത്തിന് പക്ഷേ ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ കൂടുതൽ കടുപ്പിക്കുകയാണ് വനം വകുപ്പ്. ഇപ്പോൾ വേടന്റെ മാനേജർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യും. ലോക്കറ്റ് നൽകിയതായി വനം വകുപ്പ് പറയുന്ന രഞ്ജിത്ത് കുമ്പിടിയെ കണ്ടെത്താനും നീക്കം തുടങ്ങിയിട്ടുണ്ട്. വേടന്റെ അറസ്റ്റ് സംബന്ധിച്ച് വനം മന്ത്രിക്ക് വളരെ വിശദമായ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. അന്വേഷണ സംഘത്തെ മന്ത്രി തള്ളിപ്പറഞ്ഞതിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തിയുമുണ്ട്. സഹിൻ ആന്റണിയോട് ചോദിക്കാം കൂടുതൽ വിവരങ്ങളുമായിട്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ്. സഹിൻ, ഈ വേടനെതിരായ വനം വകുപ്പിന്റെ നടപടി അത് തുടരുകയാണ്. ഈ തുടക്കം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വനം വകുപ്പ് ഇത്രമേൽ ഈ ഒരു ക്രിമിനലിനോട് എന്ന പോലെയൊക്കെയാണ് വേടനോട് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കാണുമ്പോഴേക്കും ഈ ഇടം വലമൊക്കെ നിന്ന് ഈ ഒരു തരത്തിലും രക്ഷപ്പെടാനൊന്നും സമ്മതിക്കില്ല, ആ രീതിയിലൊക്കെ പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ വനം വകുപ്പ് ഈ പല കേസുകളും, ഒരുപാട് കേസുകളുണ്ട്, പലതിനോടും ഉള്ളൊരു സമീപനമല്ല വേടന്റെ കേസിനോടുള്ളത്. എന്നെ സംബന്ധിച്ചിപ്പം സമൂഹ മാധ്യമങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിലും സമൂഹത്തിന്റെ പലതട്ടിൽ പലരുടെയും പ്രതികരണങ്ങൾ എടുത്താലും ഒക്കെ അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വനം വകുപ്പ് വേടനെ പൂട്ടാൻ രണ്ടും കൽപ്പിച്ച് കൂടുതൽ വകുപ്പുകളൊക്കെ ചുമത്തി കൂടുതൽ ഈ എല്ലാ തരത്തിലുള്ള കുരുക്കുകളുമൊക്കെ മുറുക്കി മുന്നോട്ട് പോകുന്നത്. എന്താണ് വനം വകുപ്പിന്റെ ഈ നിലപാട്? സേതു, അങ്ങനെ തന്നെയാണ്. അതായത് വനം വകുപ്പിന് ഇന്നലെ വേടന് ജാമ്യം കിട്ടിയത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം ഇന്നലെ വേടനെ ജാമ്യം അനുവദിച്ചുകൊണ്ട് ജഡ്ജി ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ശേഷവും വനം വകുപ്പിൻ്റെ അഭിഭാഷക പബ്ലിക് പ്രോസിക്യൂട്ടർ കാര്യമായി വാദിക്കുന്നുണ്ടായിരുന്നു. ജാമ്യം അനുവദിക്കരുത്, ശക്തമായ അവസാന ഘട്ടം വരെ അവർ എതിർത്തിരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഇന്നലെ കോടതിയിൽ നിന്നുള്ള കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഇന്ന് പുതിയ നീക്കം വനം വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വേടനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ഉദ്യോഗസ്ഥർ. അതിനുവേണ്ടി വേടന്റെ മാനേജർ അടക്കമുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യാനാണ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ ഈ രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ഒരാളുടെ പേരാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേടന് ഈ പുലിയുടെ പല്ല് നൽകിയത് ഈ രഞ്ജിത്ത് കുമ്പിടിയാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പക്ഷേ വേടൻ ഒരു ഘട്ടത്തിൽ പോലും രഞ്ജിത്ത് കുമ്പിടിയെ അറിയാം എന്ന് പറഞ്ഞിട്ടില്ല. ഏതായാലും ഈ രഞ്ജിത്ത് കുമ്പിടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഉള്ള ഓട്ടത്തിലാണ് ഉദ്യോഗസ്ഥർ. മാത്രമല്ല കൂടുതൽ തെളിവുകൾ വേടനെതിരെ പുലിപ്പല്ലാണെന്നുള്ളതിന് ശാസ്ത്രീയമായ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടോ? ഇതുവരെയും ശാസ്ത്രീയമായ തെളിവുകളില്ല. അതിലും ഉദ്യോഗസ്ഥർ അതിവേഗത്തിൽ ഈ പുലിപ്പല്ല് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ തന്നെ അതിനുവേണ്ട നീക്കങ്ങൾ ഉദ്യോഗസ്ഥർ നടത്തിക്കഴിഞ്ഞു. സാധാരണ ഇത്ര തത്രപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു നീക്കമൊന്നും ഉണ്ടാകാറില്ല. മുൻപ് നമ്മൾ ഈ കേസുകളൊക്കെ കാണുന്നതാണ്. പക്ഷേ വേടൻ്റെ കാര്യത്തിൽ മാത്രം അതിവേഗത്തിലാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഒരു വേട്ടയാടൽ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും. കാരണം 2 ദിവസം മുൻപ് വേടൻ്റെ സുഹൃത്തുക്കളായിരുന്നു വേടനെ സഹായിക്കാനുണ്ടായിരുന്നത്. ഇന്നലെ ഉദ്യോഗസ്ഥർ അവരെ എല്ലാം ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. അതോടുകൂടി അങ്ങോട്ടേക്ക് ആർക്കും വരാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് വേടന് ജാമ്യം കിട്ടി. ഇനിയും ജാമ്യം കിട്ടിയാലും വെറുതെ വിടേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളതെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് അതിൽ അറിയേണ്ടത്. കാരണം അതിവേഗത്തിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഓരോ നീക്കവും. വേടൻ്റെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കാര്യങ്ങൾ അറിയിക്കുമ്പോൾ ഉടനെ അവിടെ ഉദ്യോഗസ്ഥരെത്തുന്നു. രാത്രിയോടുകൂടി തന്നെ വേടനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. മാത്രമല്ല ജാമ്യം ലഭിച്ചതിന് ശേഷവും തുടരെ വേടനെ വേട്ടയാടാനുള്ള ഒരു നീക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ മന്ത്രി മലക്കം മറിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമായിരുന്നു. ആദ്യ ദിവസം വലിയ 7 വർഷം വരെ കുറ്റം കിട്ടും എന്നൊക്കെ പറഞ്ഞ മന്ത്രി വേടന് ജാമ്യം കിട്ടിയപ്പോൾ പൊതുസമൂഹം വേടനോടൊപ്പമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി മന്ത്രിയും ഉദ്യോഗസ്ഥരെ തള്ളി പറഞ്ഞു. മന്ത്രി പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന്. എന്തായാലും കൃത്യമായ ഒരു വിശദീകരണം തേടാൻ മന്ത്രി തീരുമാനിച്ചതോടുകൂടി ഉദ്യോഗസ്ഥർ വിശദമായൊരു വിശദീകരണം നൽകാനാണ് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് ശക്തമായൊരു വിശദീകരണം നൽകാനാണ് ഉദ്യോഗസ്ഥരെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ അന്വേഷണ സംഘത്തെ തള്ളിപ്പറഞ്ഞ ആ മന്ത്രിയുടെ ഒരു നിലപാടുണ്ടല്ലോ, ആ നിലപാടിനെ പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ അതൃപ്തിയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വേടനെ വേട്ടയാടുന്നത് ഇന്നും തുടരുന്നു എന്നുള്ളതാണ് സേതു ഈ ഘട്ടത്തിൽ പറയേണ്ടത്. തീർച്ചയായും സഹിൻ, അതിപ്പോൾ സാധാരണ വാർത്ത കാണുന്ന ആർക്കാണെങ്കിലും അങ്ങനെയൊക്കെ ഒന്ന് തോന്നിപ്പോവും. കാരണം ഒരു ക്രിമിനലിനോട് എന്ന പോലെയൊക്കെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന്. ശരി സഹിൻ, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ
പുലിപ്പല്ല് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം പോലും വന്നിട്ടില്ല. അതിനു മുൻപ് തന്നെ കേസൊക്കെ എടുത്തു. ഈ മറ്റ് കൂടുതൽ നടപടിക്രമങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. ചെയ്ത കാര്യം തെറ്റെന്നല്ല, തെറ്റ് ചെയ്താൽ ആ തെറ്റെന്ന് തന്നെ നമ്മൾ അംഗീകരിക്കാനും പഠിക്കണം. പക്ഷേ ഈ എല്ലാവർക്കും ഒരു തുല്യനീതി കൊടുക്കുന്നുണ്ടോ അല്ലേ? അതൊക്കെ ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എല്ലാവരോടും കാണിക്കുന്ന ഒരു സമീപനമാണോ ഇപ്പോൾ വേടൻ്റെ കാര്യത്തിൽ വന്നത്? വേടനെ അനാവശ്യമായി വേട്ടയാടുകയാണോ? ഈ കാര്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അതിനൊക്കെ ഒരു സ്ഥിരീകരണമൊക്കെ വന്നതിന് ശേഷം നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോയി നമുക്കത് ന്യായീകരിക്കാനെങ്കിലും പറ്റും. എന്തുകൊണ്ടാണ് വേടനോട് ഈ വനം വകുപ്പിന് ഇത്രയും അസഹിഷ്ണുത എന്നൊക്കെ ചോദിച്ചു പോവുകയാണ് ഇപ്പോൾ നിലവിലെ ഈ ഓരോ നീക്കങ്ങളൊക്കെ കാണുന്ന സമയത്ത്. നമുക്ക് നോക്കാം ഇനിയിപ്പം എന്താണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വനം മന്ത്രിയൊക്കെ രണ്ട് തട്ടിലായോ? എങ്ങനെയായിരിക്കും ഇനി തുടർ നടപടികളൊക്കെ പോവുക എന്നുള്ളൊരു കാര്യം. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.